നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂർ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടിയ ഇടതുപക്ഷ പ്രതിനിധി കെ രാജന്റെ നന്ദി പര്യടനം മെയ് 8-ന് ആരംഭിച്ചു. സംസ്ഥാനത്തൊട്ടാകെ മെയ് 7 കേബിൾ TV ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മണ്ണുത്തി മേഖല കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേബിൾ TV ദിനം ആചരിച്ചു. ചുവന്ന മണ്ണിലെ യു-ടേൺ അടച്ചു, പ്രതിഷേധവുമായി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ഒല്ലൂർ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടിയ ഇടതുപക്ഷ പ്രതിനിധി കെ രാജന്റെ നന്ദി പര്യടനം മെയ് 8-ന് ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് പ്രതികൂലമായ വിധിയെഴുത്ത് ഉണ്ടായപ്പോഴും ഒല്ലൂർ മണ്ഡലത്തിൽ വിജയം നേടാനായത് മികച്ച രീതിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനകീയ ബന്ധങ്ങളും കൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഹാട്രിക് വിജയം സമ്മാനിച്ച മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയുന്ന പര്യടന പരിപാടി 8-ാം തീയതി മണ്ണുത്തി തിരുവാണിക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ചു. ജനങ്ങൾ നൽകിയ പിന്തുണയും വിശ്വാസവുമാണ് തന്റെ പൊതുജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒല്ലൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി സർക്കാർ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ നാട്ടുകാരുടെ സഹകരണവും ജനപങ്കാളിത്തവും നിർണായകമായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്ന് മണ്ണുത്തി, മാടക്കത്തറ, പാടഞ്ചേരി, നടത്തറ പഞ്ചായത്തുകളിലായി നടക്കുന്ന ആദ്യ ദിവസത്തെ പര്യടന പരിപാടി നടത്തറ സെന്ററിൽ സമാപിക്കും. ശനിയാഴ്ച രാവിലെ 9-ന് പുത്തൂർ പഞ്ചായത്തിലെ ചെന്നായിപ്പാറയിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി പുത്തൂർ പഞ്ചായത്ത്, ഒല്ലൂർ സോണൽ, കൂർക്കഞ്ചേരി സോണൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം നെടുപുഴ, മദാമത്തോപ്പ് പരിസരത്ത് സമാപിക്കും. ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് പര്യടന പരിപാടികൾ സംഘടിപ്പിക്കുക. CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ UP ജോസഫ് പര്യടനം ഉദ്ഘാടനം ചെയ്തു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, സെക്രട്ടറി പ്രസാദ് പാറേരി, സംസ്ഥാന കൗൺസിലർ പ്രിൻസ് PD റെജി, ബേബി റെന്നിക്കുഴി, പ്രസാദ് പാറേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ നാടിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ടീമിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പറയപ്പെട്ടതുപോലെ പ്രതികൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് തെരഞ്ഞെടുപ്പിലൂടെ നാം കണ്ടത്. നാം തീരെ നിലച്ചിരിക്കാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥ. പക്ഷേ ജനവിധിയെ അറിയിക്കുന്ന ഗൗരവത്തോടെ തന്നെ കണ്ട് അതംഗീകരിക്കുന്നു. ആ ജനാധിപത്യത്തിൻ്റെ തീരുമാനങ്ങളെ ഞങ്ങൾ ഹൃദയത്തിൽ വെച്ചുവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായും കെട്ടുറപ്പോടെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ ശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങളുമായി മുന്നോട്ട് പോകും. കാലം ഇതിനൊന്നും മറുപടി പറയാതെ പോകില്ല എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു നാടിന് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ അനുഭവം ഈ നാടിന് മറക്കാനാകില്ല. അത് നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ റോട്ടിലുണ്ട്, പൊതുപ്രദേശങ്ങളിലുണ്ട്. കാലം അത് കാണുക തന്നെ ചെയ്യും. മാധ്യമപ്പടയ്ക്കും മാധ്യമ സിൻഡിക്കേറ്റിനും മതരാഷ്ട്രീയവാദികൾക്കും വർഗീയ പ്രസ്ഥാനങ്ങൾക്കും പണക്കൊഴുപ്പിൻ്റെ മേള നടത്തിയവർക്കുമൊക്കെ വേണമെങ്കിൽ താൽക്കാലിക വിജയം സന്തോഷത്തോടെ കരുതാം. പക്ഷേ ഇത് അവസാനിക്കുന്നില്ല. കേരളത്തിൽ ഐക്യകേരളത്തിൻ്റെ ചരിത്രം മുതൽ ഇന്നു വരെയുള്ള കാലത്ത് എന്തെല്ലാം കേരളം നേടിയിട്ടുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ആ കെട്ടുറപ്പോടെ കാണേണ്ടത് കണ്ടും പഠിക്കേണ്ടത് പഠിച്ചും തിരുത്തേണ്ടത് തിരുത്തി ഏറ്റവും ശക്തമായി കേരളത്തിൽ നിലനിൽക്കും. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാം, ഈ കേരളത്തിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ കേരളം അനുഭവിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള അവകാശങ്ങളെ ഹനിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടി അതിശക്തമായ പ്രക്ഷോഭം കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കാൻ തന്നെ കേരളത്തിന് കാവലാളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ടാകും. കേരളത്തിൽ ഒല്ലൂരൊരു ചരിത്ര വഴിവകയാണ്. 2026 1957 ശേഷം തുടർച്ചയായി ഒരു മുന്നണിക്കും ഒരു വ്യക്തിക്കും ഒല്ലൂർ ഇത്രമാത്രം ഹൃദയം കൊടുത്തിട്ടില്ല.
3 തവണ തുടർച്ചയായി വിജയിച്ച ഒരു രാഷ്ട്രീയ മുന്നണിയായി 2026 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊല്ലൂരിൽ മാറിക്കഴിഞ്ഞു എന്ന സന്തോഷം നാം കാണുകയാണ്. 1957 പറഞ്ചു എന്ന MLA ഈ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുമ്പോൾ മാത്രമാണ് ജയിച്ച MLAക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. കേരളത്തിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അധികാരം വന്നപ്പോഴും കൊല്ലൂർ നിയോജകമണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൈവിട്ടില്ല എന്നുള്ളത് സ്നേഹപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായും ഈ പ്രവർത്തന കാലയളവിൽ നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാവുന്ന ഏതു നേരത്തും കാണാൻ പറ്റുന്ന നിങ്ങളുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ആശങ്കകളിലും ആനന്ദങ്ങളിലും ഒക്കെ നിങ്ങളിൽ ഒരാളായി പഴയതുപോലെ ഞാൻ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ട് 5 വർഷക്കാലം മന്ത്രി എന്ന നിലയിലുള്ള തിരക്കുകളുണ്ടായിരുന്നു. ഇനി ആ തിരക്കുകൾ മാറി പൂർണ്ണമായും MLA എന്ന നിലയിൽ പൂർണ്ണ സമയ ഈ മണ്ഡലത്തിനോടൊപ്പം ഉണ്ടാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ LDF-ന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവാദ്യം. കൊല്ലൂർ മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ ഹാട്രിക് വിജയത്തിന് നേരിൽ കണ്ടു നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഇതാ കെ രാജൻ നമ്മുടെ മുന്നിൽ മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ നിന്നും 4500-ൽ പരം വോട്ടുകൾ നേടി ചരിത്രത്തിലേക്ക് നടന്നു കയറിയ സഖാവ് കെ രാജൻ, കേരളത്തിന്റെ പൊന്നാമന പുത്രൻ, കൊല്ലൂരിന്റെ വികസന നായകൻ. ഇതാ സഖാവ് കെ രാജൻ വോട്ടർമാരെ നേരിൽ കാണുന്നതിന്, അവർ നൽകുന്ന സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന്, അവരോട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഇതാ നമ്മുടെ മുമ്പിൽ മാടക്കത്രയുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കെ സുരേന്ദ്രേട്ടന്റെ നാട്ടിൽ, MG രാമകൃഷ്ണന്റെ നാട്ടിൽ ഇതാ കെ രാജൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. സഖാക്കളോട്, നാട്ടുകാരോട്, പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. സഖാവിനെ സ്നേഹപൂർവ്വം ഇതാ മാടക്കത്രയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഇതാ കെ രാജൻ സംസാരിക്കുന്നു. സ്നേഹപൂർണമായ അംഗീകാരത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിങ്ങളോട് ഹൃദയത്തിൽ തൊട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രതികൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും പണക്കൊഴുപ്പും വർഗീയതയും മതഭ്രാന്തും മാധ്യമ പടയുമെല്ലാം ചേർന്നൊരുക്കിയ കെണികൾക്ക് നടുവിലും 57-ൽ ഒരു തവണയൊഴികെ കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഭരണപക്ഷത്തിന്റെ ജനപ്രതിനിധിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പറഞ്ഞാൽ കേരളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനവിധി ഉണ്ടായിട്ടും കൊല്ലൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൈവിട്ടില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ, സ്നേഹത്തോടെ ചരിത്രം തിരുത്തിയവരാണ് നാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. 57 മുതൽ ഇതുവരെയുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ പുല്ലാനിക്കാരന്റെ ചുവന്ന മണ്ണിൽ, സഖാവ് MGRന്റെ മണ്ണിൽ, സഖാവ് കെ സുരേന്ദ്രേട്ടന്റെ മണ്ണിൽ ഇതാ ചരിത്ര വിജയം നേടി മാടക്കത്രയിൽ നിന്നും 4500-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് വീണ്ടും ചരിത്രത്തിന്റെ മുന്നേറ്റം 3ാം തവണയും സഖാവ് രാജനെ, കൊല്ലൂരിന്റെ വികസന നായകൻ ഇതാ വോട്ടർമാരെ നേരിൽ കണ്ട നന്ദി അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന സഖാവ് സംസാരിക്കും. ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണയും കൊല്ലൂർ നൽകിയ സ്നേഹപൂർണമായ പരിഗണനയ്ക്ക്, പിന്തുണയ്ക്ക്, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനാകെ വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. പൊരിവെയിലെത്തും ഇവിടെ ഈ സ്വീകരണ പരിപാടികളിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും പ്രതികൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടായി. ആ രാഷ്ട്രീയ കാലാവസ്ഥയെ അറിയിക്കുന്ന ഗൗരവത്തോടെ ഞങ്ങൾ പഠിക്കും.
തിരുതേണ്ടത് തിരുത്തി ഏറ്റവും കരുത്തോടെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരും. ഒല്ലൂർ പല കഥകളും തിരുത്തുകയാണ്, പല ചരിത്രപാഠങ്ങളും സൃഷ്ടിക്കുകയാണ്. 987 ഒരു തവണ ഒഴിച്ചാൽ ഈ മണ്ഡലത്തിൽ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MLA യൂത്ത് MLA കോങ്ങളങ്കാട് എത്തിച്ചേർന്നിരിക്കുക. 4500 വോട്ടിന്റെ പിൻബലത്തോടു കൂടിയാണ് മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാജനെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സ്വീകരണം നൽകുന്നതിന് വേണ്ടി മുഴുവൻ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെടുത്തിൽ നിങ്ങൾ സമ്മാനിച്ച ചരിത്ര വിജയത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുക. ചരിത്ര വിജയം എന്ന് ഞാൻ പറയാൻ വസ്തുതകളേറെയുണ്ട്. സാധാരണ കേരള ഭരണം ജനങ്ങൾ കൈമാറുന്ന ഒരു മുന്നണിയുടെ പ്രതിനിധിയാണ് ഒല്ലൂര് അടയാളപ്പെടുത്താറ് വിജയിപ്പിക്കാറ്. ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ പിന്തുണ നൽകി കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോഴും ഈ ഒല്ലൂരിലെ ജനങ്ങൾ, ഒല്ലൂരിലെ മനുഷ്യർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൈവിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. 3 തവണകളിലായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരേ മുന്നണിയെ തന്നെ വിജയിപ്പിച്ചുകൊണ്ട് ഏത് കൊടുങ്കാറ്റിലും ഒല്ലൂർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പറ്റിയ ഒരു മുന്നേറ്റമായി ഈ വിജയത്തെ ഞാൻ കാണും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ രാഷ്ട്രീയമായിട്ടുള്ള തർക്കങ്ങൾക്ക് അപ്പുറത്ത് എല്ലാവരെയും കൂട്ടായി നിർത്തിക്കൊണ്ട് ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒറ്റക്കെട്ടാക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകും എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് MLA ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് ഒല്ലൂരിന്റെ നിയുക്ത MLA സഖാവ് കെ രാജൻ ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഒല്ലൂർ നിയോജക മണ്ഡലം നിയുക്ത MLA കെ രാജന്റെ നന്ദി പര്യടനത്തിന് പട്ടിക്കാട്ടിൽ സ്വീകരണം നൽകി. ഒല്ലൂർ മണ്ഡലത്തിൽ 3ാം തവണയും വിജയം നേടിയ കെ രാജന്റെ നന്ദി പര്യടനം ആരംഭിച്ചു. മണ്ണുത്തി, മാടക്കത്തറ, പാണച്ചേരി, നടത്തറ പഞ്ചായത്തുകളിലായി നടക്കുന്ന ആദ്യ ദിവസ പര്യടനം നടത്തി. പാണച്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടിക്കാട് സെന്ററിൽ എത്തിയ പര്യടനത്തിന് LDF നേതാക്കളും പ്രവർത്തകരും സ്വീകരണം നൽകി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടിക്കാട് സെന്ററിൽ എത്തിയ പര്യടനത്തിന് LDF നേതാക്കളും പ്രവർത്തകരും സ്വീകരണം നൽകി. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് പ്രതികൂലമായി വിധിയെടുത്ത് ഉണ്ടായപ്പോഴും ഒല്ലൂർ മണ്ഡലത്തിൽ വിജയം നേടാനായത് മികച്ച രീതിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനകീയ ബന്ധങ്ങളും കൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാം തവണയും വിജയം സമ്മാനിച്ച മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് കെ രാജൻ നന്ദി പ്രകടനത്തിൽ പറഞ്ഞു. LDF നേതാക്കളായ MM അവറാച്ചൻ, MS പ്രദീപ് കുമാർ, പ്രസാദ് പാറേരി, ജിനേഷ് PG, സനിൽ വാണിയംപാറ, PS വിനയൻ, ബേബി നെല്ലിക്കുഴി, ജോസ് മുതുക്കാട്ടിൽ, മനു പുതിയമഠം, സാവിത്രി സദാനന്ദൻ, അജി PJ, CM ദാമോദരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 2ാം ദിവസമായ ശനിയാഴ്ച രാവിലെ 9-ന് പുത്തൂർ പഞ്ചായത്തിലെ ചെന്നായി പാറയിൽ നിന്നും ആരംഭിക്കുന്ന പര്യടന പരിപാടി പുത്തൂർ പഞ്ചായത്ത്, ഒല്ലൂർ സോണൽ, കൂർക്കഞ്ചേരി സോണൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം നെടുപുഴ മദാമ തോപ്പ് പരിസരത്ത് സമാപിക്കും. ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് പര്യടനം നടക്കുന്നത്. ചരിത്ര വിജയത്തെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഒരുപാട് ചരിത്രം ഒന്നുകൂടി ഈ വിജയത്തോടു കൂടി ഉണ്ടാവുകയാണ്. ദീർഘമായ ഒരു കാലത്തിന് ശേഷം കേരളത്തിൽ ആര് അധികാരത്തിൽ വരുന്നുവോ ആ മുന്നണിയെ മാത്രമേ ഒല്ലൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടൂ എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം എന്ന് രേഖപ്പെടുത്തിയെടുത്ത് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭരിക്കാൻ അവസരം കൊടുത്തിട്ടും ഒല്ലൂരിലെ മനസ്സ് പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറി. തുടർച്ചയായി ഒല്ലൂർ മൂന്നാമത്തെ തവണയും ഒരേ മുന്നണിക്ക് ഒരേ എംഎൽഎക്ക് വിജയം നൽകി എന്ന പ്രത്യേകത. ഈ അംഗീകാരത്തിന് ചരിത്രമാറ്റം കൂടുതൽ വിജയത്തിലേക്കും കൂടുതൽ ഇടപെടലിലേക്കും മാത്രമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതി അംഗമാണ്, പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്, നല്ല രാഷ്ട്രീയമുള്ളയാണ്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ വികസന രാഷ്ട്രീയത്തിന് വഴിമാറും. അതാണ് നമ്മുടെ നാട്ടിലെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ, ജനാധിപത്യത്തിന്റെ സമുചിതമായ പാരമ്പര്യത്തെ വില കുറഞ്ഞ് കാണാൻ ആരും തയ്യാറാകരുത് എന്ന അഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ വ്യക്തിപരമായി എനിക്കുള്ളത്. 10 വർഷക്കാലം പാണഞ്ചേരിയിലാകട്ടെ, ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലാകട്ടെ, വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയം കാണുകയോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ അത് മാറ്റിവെക്കുകയോ ചെയ്ത ഒരാളല്ല ഞാൻ എന്ന് അനുഭവങ്ങളിലൂടെ നാം തെളിയിച്ചത്. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നടത്തിയ ജോബ് ഫെയർ നിയുക്ത എംഎൽഎ രാജൻ ചേപ്പാലൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മുതൽ 1 മണി വരെയാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന ജോബ് ഫെയറിൽ 1000-ലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ ഒരുക്കുകയും തൊഴിൽ രംഗത്തേക്ക് കൂടുതൽ ആളുകളെ കൈപ്പിടിച്ചുയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയൺസ് ക്ലബ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. ടി ജയകൃഷ്ണൻ, ലയൺസ് ക്ലബ് പ്രതിനിധികളായ സുരേഷ് കെ വാര്യർ, കെ എം അഷ്റഫ്, പ്രശാന്ത് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തൊട്ടാകെ മെയ് 7 കേബിൾ TV ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മണ്ണുത്തി മേഖല കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേബിൾ TV ദിനം ആചരിച്ചു. രാവിലെ സെന്റിനറി ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് MP തോമസ് പതാക ഉയർത്തി. മേഖലാ സെക്രട്ടറി നൈബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. 10 വർഷം മുൻപ് കേബിൾ TV സംഘടനയെ മികച്ച കാഴ്ചപ്പാടോടെ നയിച്ചിരുന്ന മുൻ സംസ്ഥാന പ്രസിഡന്റ് അൻവറിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം കേബിൾ TV ഡേ ആയി കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആചരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ COA അതിൻ്റെ ആദ്യകാല പ്രസിഡന്റും KCCL ചെയർമാനൊക്കെ ആയിരുന്ന നമ്മുടെ ഏറ്റവും മുതിർന്ന കേബിൾ TV ഓപ്പറേറ്ററായിരുന്നു നമ്മുടെ അൻവർ. അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് 10 വർഷമായി. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ എല്ലാ വർഷവും പതാക ദിനമായി ആചരിക്കാറുണ്ട്. നമ്മുടെ COAയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു. പിന്നെ ഈ മേൽപ്പറഞ്ഞ COAയുടെ പ്രസിഡന്റും KCCL ചെയർമാനൊക്കെ ആയിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമായിരുന്നു നമ്മുടെ COAയെ കെട്ടിപ്പടുത്തത്. അതിന് ഏറ്റവും മുൻനിരയിൽ നിന്നിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഈ മെയ് 7. അതിൻ്റെ COA മെയ് 7-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മുടെ പതാക ദിനമായി ആചരിക്കുന്നു. ഇന്ന് ഇവിടെ മണ്ണുത്തി മേഖലയിൽ പതാക ദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് ഈ കൊടി ഉയർത്താൻ വേണ്ടി എല്ലാവരുടെ സമ്മതപ്രകാരം കൊടി ഉയർത്തുന്നു. COA സിന്ദാബാദ്, സിന്ദാബാദ്, COA 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 സിന്ദാബാദ്. 7 വർഷങ്ങൾക്ക് ശേഷം മാതാ അമൃതാനന്ദമയി തൃശൂരിലെത്തുന്നു. ജൂൺ 3, 4 തീയതികളിൽ അയ്യന്തോളിലുള്ള ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് നേതൃത്വം നൽകുവാനാണ് അമ്മയെത്തുന്നത്.
അമ്മയുടെ ദർശനത്തിനോടനുബന്ധിച്ചുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ മെയ് 7 നിർവഹിച്ചു. തൃശൂർ ബ്രഹ്മസ്ഥാന വാർഷികോത്സവത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് പാലക്കാട് തൃശൂർ മാതാ അമൃതാനന്ദമയി മഠങ്ങളുടെ അധ്യക്ഷനായ സ്വാമിജി പ്രണവ അമൃതാനന്ദപുരിയാണ്. സ്വാമി അമൃത ഗീതാനന്ദപുരിയെ പ്രത്യേക ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ബ്രഹ്മചാരിണി ധീരാമൃത ചൈതന്യ, ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി സാമഗീതാമൃത ചൈതന്യ, ബ്രഹ്മചാരി ശ്രീജേഷ് തുടങ്ങിയവർ പ്രധാന കാര്യദർശികൾ ആയിരിക്കും. കൂടാതെ തൃശൂരിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഭക്തരും ഉന്നത വ്യക്തികളും അടങ്ങുന്ന സ്വീകരണ കമ്മിറ്റിയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയനൈരാശ്യം, കിടക്കയിൽ മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കുന്ന ആശയവിനിമയങ്ങൾക്ക് ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷി ബുക്ക് ഓഫ് റെക്കോർഡ്സ് സംഘടിപ്പിക്കുന്ന കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ് 9, 10, 11 തീയതികളിൽ തൃശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കും. തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ഉദ്ഘാടനം നിർവഹിക്കും. ഫെസ്റ്റ് ഡയറക്ടർ കൊല്ലം തുളസി അധ്യക്ഷത വഹിക്കും. അതേ ദിവസം വൈലോപ്പള്ളി ഹാളിൽ വെച്ച് വെളിച്ചം തേടും അക്ഷരങ്ങൾ, അക്ഷരജാലകം, വർണ്ണത്തുവൽ, രാത്രിമുല്ലകൾ പൂക്കുമ്പോൾ,
മൗനമേഘത്തിലൊരു മഴവില്ലൂഞ്ഞാൽ, കാലം മറന്ന നാടകങ്ങൾ, കുലമറിഞ്ഞ്, ആരവം എന്നീ കൃതികളുടെ പ്രകാശനവും നടക്കും. പ്രോഗ്രാം കോർഡിനേറ്റർ റസൽ, ഫെസ്റ്റ് ഡയറക്ടർ കൊല്ലം തുളസി, രക്ഷാധികാരി രഘു കല്ലറയ്ക്കൽ, അബ്ദുൾ റസീസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്ത്രീകളുടെ സൗജന്യ യാത്ര, KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ്. 2026 മെയ് 9 മുതൽ സ്ത്രീ സുരക്ഷാ കണക്കെടുപ്പ്. KSRTCയിൽ ജെൻഡർ ടിക്കറ്റ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ച് KSRTCയിൽ ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരെ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം 2026 മെയ് 9 മുതൽ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിഷാന്ത് എസ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. ETM ഉപകരണങ്ങൾ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരെ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുത്തുന്നതാണ്. ഇതുപ്രകാരം കണ്ടക്ടർമാർ ETM ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ടിക്കറ്റിൽ സ്ത്രീക്കാണോ പുരുഷനാണോ നൽകുന്നതെന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഇക്കാര്യം കൃത്യമായി പാലിക്കുന്നതിന് എല്ലാ ഡിപ്പോകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. സ്ത്രീ യാത്രക്കാരുടെ എണ്ണം അറിയുക ആണ് നടപടിയിലൂടെ ലക്ഷ്യവെക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കും എന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതിന് പിന്നാലെ തന്നെ ഇന്നു മുതൽ ഈ വാഗ്ദാനം പ്രാബല്യത്തിൽ വരുമെന്ന ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ചുവന്ന മണ്ണിലെ യു-ടേൺ അടച്ചു, പ്രതിഷേധവുമായി നാട്ടുകാർ. ദേശീയപാത ചുവന്ന മണ്ണിലെ യു-ടേൺ അടച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പ്രദേശത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപ് യു-ടേൺ അടച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മേഖലയിൽ തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്ത് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ പാലക്കാട് നിന്നും തൃശൂരിലേക്ക് വരുന്ന പ്രദേശത്തെ സർവീസ് റോഡ് തകർന്ന നിലയിലാണ്. മാസങ്ങൾക്ക് മുമ്പ് ദേശീയപാത അധികൃതർ അടയ്ക്കുവാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് തുറന്നുകൊടുത്തത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് ഉള്ളതുകൊണ്ടാണ് അടയ്ക്കുന്നത് എന്ന് നിർമ്മാണ കമ്പനി അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അടച്ചുകെട്ടിയത്. ദേശീയപാതയിൽ അപകടമരണം തുടരുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നും കൂട്ടിച്ചേർത്തത്. സ്കൂളിലേക്കും കടകളിലേക്കും നിരന്തരം ദേശീയപാത മുറിച്ചു കടക്കേണ്ട സാഹചര്യമാണ് പ്രദേശവാസികൾക്കുള്ളത്. സൗജന്യമായി ലഭിക്കുന്ന റേഷൻ അരി കൊണ്ടുപോകാൻ 130 രൂപയുടെ ഓട്ടോറിക്ഷ കൂലി കൊടുക്കേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തിയത്. സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കിയാൽ സുഗമമായി യാത്ര ചെയ്യാമെന്നും അതുവരെ യു-ടേൺ അടയ്ക്കരുതും എന്നുമാണ് ആവശ്യം. ചുവന്നോണ്ണ സെന്റർ, നമ്മുടെ പട്ടിക്കാടിനും കുതിരാനും ഇടയിൽ ചുവന്നോണ്ണ സെന്റർ, അവിടെ നമ്മൾ കല്ലെടുക്ക് കയറി അത് കഴിഞ്ഞാൽ പിന്നെ കുതിരാന്റെ ഇടയിൽ ആകെ ഉണ്ടായിരുന്നൊരു യു-ടേൺ സൗകര്യം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഇത്രയും ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ്. മേലേച്ചിറ, തോണിക്കല്, അതോടൊപ്പം തന്നെ നമ്മുടെ മഞ്ഞക്കുന്ന് ഈ ഭാഗങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു പോകാനായിട്ട് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള യു-ടേൺ ആണ്. ഈ സ്ഥലം അവർ NHന്റെ അതോറിറ്റികൾ ഇപ്പോൾ അടച്ചേക്കുന്നത് ടെമ്പററി ആയിട്ട് അടച്ചു. അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതേസമയം ഈ പറഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പ്രമാണിച്ച് ഇവർ അടയ്ക്കാനാണെങ്കിൽ ഇത് പെർമനന്റ് ആയിട്ട് അടയ്ക്കണം. ആ പെർമനന്റ് ആയിട്ട് അടയ്ക്കാതെ ടെമ്പററി ആയിട്ട് അടച്ചത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം. ഇതുകൊണ്ട് നാട്ടുകാരുടേതായിട്ടുള്ള കുറെ ഉപകാരങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുള്ളത്. ഇതിനൊന്നല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു അണ്ടർ പാസേജ്, ചെറിയ രീതിയിൽ നാട്ടുകാർക്ക് ഉപദ്രവപ്പെടുത്തി എന്ന് പറയാം. അത്രയും കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ ഇതിനോട് നന്നായിട്ട് പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഹൈവേയോടനുബന്ധിച്ചിട്ട് ഇത് ഇന്നലെ വരെ ഓപ്പണായി കിടന്ന ഒരു സ്ഥലമാണ് ചുവന്നമണ്ണ് സെന്റർ. ഹൈക്കോടതി വിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാതിരയ്ക്കാണ് ഈ സാധനം ഇവിടെ കൊടുന്നു വെക്കുന്നത്. അത് തന്നെ ഹൈക്കോടതി വിധി ഉണ്ടെങ്കിൽ അത് പകല് ചെയ്യാവുന്നൊരു സംവിധാനമാണ്. ഇവിടെ ചുവന്നമണ്ണ് സെന്ററിൽ ഒരു ചെറിയൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ഒരു ഓട്ടോറിക്ഷയിലാണ് കുഞ്ഞു കുട്ടികളെ ടീച്ചേഴ്സിൻ്റെ ശമ്പളത്തിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് വണ്ടി വരുന്നത്. അത് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ കുതിരാൻ്റെ അവിടെ അല്ലെങ്കിൽ കല്ലിടുക്കിൽ പോയി തിരിഞ്ഞു വരുമ്പോഴേക്ക് ശമ്പളം കിട്ടുന്നത് ടീച്ചർമാർക്ക് വണ്ടിക്കാർക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു അണ്ടർ പാസിങ് ചെയ്ത് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ടമാനം ജനങ്ങൾ ഉറവുംപാടം, മേലേച്ചിറ,
എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പള്ളികളായാലും ഒരു 13-12 പള്ളിയുള്ള സ്ഥലമാണ് ചുവന്നമണ്ണ് സെൻറ്റർ. അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒന്നാലെ കല്ലെടുക്ക് വരണം, അല്ലെങ്കിൽ വഴുക്കുംപാറ കുതിരാനിയിൽ കൂടെ വരണം. അപ്പോൾ ഇതിന് സംവിധാനമായിട്ട് കാണാവുന്ന ഒരു വഴി, ഒരു അണ്ടർപാസിങ്, ഒരു ചെറുവണ്ടികൾ കടന്നു പോകാവുന്ന രൂപത്തിൽ ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഈ ഹൈവേയുടെ സെൻറ്റർ വെച്ച് താൽക്കാലികമായി വെച്ചിരിക്കുന്ന സാധനം ഇവരുടെ ആവശ്യങ്ങൾക്ക് ഹിറ്റാച്ചിയോ JCBയോ കൊടുന്ന് പൊക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ശക്തമായ സമരത്തിന് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അത് ഫിക്സഡായിട്ട് അടയ്ക്കുക. ഫിക്സഡായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരാതിയില്ല. ഇതിപ്പോൾ ഞങ്ങളെ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ഇത് പൊക്കി സൗകര്യം ചെയ്തു കൊടുത്താൽ ഈ പ്രസ്ഥാനത്തിന് ഞങ്ങൾ മുന്നോട്ട് ശക്തമായ ഒരു സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കെ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഭരണമാറ്റത്തെ തുടർന്നാണ് നടപടി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അശോകൻ ചെരുവിലും രാജിവെച്ചു. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് മെയിൽ അയച്ചു. SIFLനെ ചരിത്രത്തിലെ റെക്കോർഡ് വിറ്റുവരവ്. അത്താണിയിലുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡ് 2025-26 സാമ്പത്തിക വർഷം 86 കോടി രൂപയുടെ വിറ്റുവരവ് എന്ന സർവകാല റെക്കോർഡ് നേട്ടവും 10.12 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും 2.8 കോടി രൂപയുടെ അറ്റാദായവും കൈവരിച്ചു. വിറ്റുവരവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 12% വളർച്ചയാണ് കമ്പനി കൈവരിച്ചതെന്ന് വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ അറിയിച്ചു. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ അഭിമാനമായ DRDO, DMDE, ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ്, ഇന്ത്യൻ നേവി, HAL തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും വേണ്ട വിവിധ തരം ഫോർജിങ്ങുകൾ തദ്ദേശീയമായി വികസിപ്പിച്ച് നൽകുവാൻ കഴിയുന്ന തരത്തിലേക്ക് 2006 ആയപ്പോഴേക്കും SIFL എത്തിച്ചേർന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ജനീവ ആസ്ഥാനമായുള്ള യൂറോപ്യൻ യൂണിയൻ ന്യൂക്ലിയർ റിസർച്ചിൽ നിന്നും 3.5 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയും ചെയ്തു. ഇന്ത്യ ഉൾപ്പെടെ 24 രാജ്യങ്ങൾ അംഗമായ യൂറോപ്യൻ യൂണിയൻ ന്യൂക്ലിയർ റിസർച്ചിൽ നിന്നും ആദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിന് ന്യൂക്ലിയർ പ്രൊജക്ടിന് ആവശ്യമായ അതിസങ്കീർണമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഓർഡർ ലഭിക്കുന്നത്. SIFL ഫോർജിങ്ങുകൾ USA, ഖത്തർ, തുർക്കി, UAE, KSA, പോളണ്ട് എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു വരുന്നു. വ്യോമയാന പ്രതിരോധ മേഖലകളിൽ വർഷങ്ങളായി നടത്തിവരുന്ന ഉൽപാദനാധിഷ്ഠിത ഗവേഷണ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലും ഹെലികോപ്റ്ററിന്റെ അതിസങ്കീർണമായ ഫോർജിങ്സുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ HAL നിന്നും പ്രശസ്തി പത്രം SIFL നിന്ന് 2025 ലഭിച്ചു. 5 വർഷത്തിനകം 250 കോടി വിറ്റുവരവാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡയറക്ടറുമായ മേരി തോമസ്, MD കമാൻഡർ സുരേഷ്, ജനറൽ മാനേജർമാരായ PK മൻസൂർ, A അനിൽ ബോസ്, യൂണിയൻ ഭാരവാഹികളായ UK വാസു, പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യവസായ സ്ഥാപനമാണ്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ദൃശോഭനമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയുടെ അവസ്ഥയിലാണ് SIFL ഉള്ളത്. അതിലേറ്റവും തിളക്കമാർന്ന ഒരു പെർഫോമൻസാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ SIFLന് നേടാനായത്. 2025-26 സാമ്പത്തിക വർഷം 86 കോടി രൂപയുടെ വിറ്റുവരവ് എന്ന റെക്കോർഡ് നേടുവാനായിട്ട് SIFL സാധിച്ചു. 10.12 കോടി രൂപയുടെ പ്രവർത്തന ലാഭം നേടാൻ SIFL കഴിഞ്ഞു ഈ സാമ്പത്തിക വർഷത്തിൽ. അതേപോലെ 2.8 കോടി 280 ലക്ഷം രൂപയുടെ അറ്റാദായം നേടുവാനും ഈ സമയത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ SIFL കഴിഞ്ഞു. വിറ്റുവരവ് കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർദ്ധിച്ചു. ലാഭമാണെങ്കിൽ ഏതാണ്ട് ഇരട്ടിയോളം 143 ലക്ഷമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അറ്റാദായം. ഇത് 2.80 കോടി, അതായത് 280 ലക്ഷത്തിൻ്റെ അറ്റാദായത്തിലേക്ക് എത്തുവാനായിട്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം.
3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. അമലയിൽ വിദ്യാർത്ഥികളിലെ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് സെമിനാർ. അമല പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ സെൻട്രൽ ലൈബ്രറി, സ്കൂൾ ഓഫ് നഴ്സിംഗ്, NDL ഐ ക്ലബും സംയുക്തമായി വിദ്യാർത്ഥികളുടെ സ്ട്രെസ് മാനേജ്മെന്റിനെ അധികരിച്ച് നടത്തിയ ബോധവൽക്കരണ സെമിനാറിന്റെ ഉദ്ഘാടനം അമല മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ്തി രാമകൃഷ്ണൻ നിർവഹിച്ചു. ചീഫ് ലൈബ്രറിയൻ പ്രൊഫസർ ഡോക്ടർ AT ഫ്രാൻസിസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിജി വിജയൻ, സീനിയർ ലൈബ്രറിയൻ ലിറ്റി VJ, ഡെപ്യൂട്ടി ലൈബ്രറിയൻ ജീകോ J കോടൻ കണ്ടെത്ത, നഴ്സിംഗ് വിദ്യാർത്ഥിനി മിസ് ജോഷ്ന ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എമർജിംഗ് തൃശൂർ എക്സ്പോയിൽ നിറസാന്നിധ്യമായി കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ്. തൃശൂർ ശക്തൻ നഗറിൽ വെച്ച് 2026 മെയ് 6 മുതൽ 10 വരെ സംഘടിപ്പിക്കുന്ന എമർജിംഗ് തൃശൂർ എക്സ്പോയിൽ വിവിധ ജില്ലകളിലെ യൂണിറ്റുകളുടെ പങ്കാളിത്തത്തോടെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കി കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധ നേടുന്നു. ഫെസ്റ്റിവലിന്റെ ഭക്ഷണ ആകർഷണങ്ങളിൽ അട്ടപ്പാടിയുടെ സിഗ്നേച്ചർ വനസുന്ദരി വിഭവങ്ങൾ മുതൽ മലബാർ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, കരിഞ്ചീരകക്കോഴി തുടങ്ങിയ ബഹുവിധമാർന്ന പാചക രീതികൾ വാഗ്ദാനം ചെയ്യുന്ന 5 ജില്ലകളിൽ നിന്നുള്ള 8 ഫുഡ് സ്റ്റോളുകൾ സന്നദ്ധമാണ്. വ്യത്യസ്തമായ ജ്യൂസുകൾ, ചായകൾ, സ്നാക്സ് എന്നിവയും പൊറോട്ട, ചപ്പാത്തി, ബീഫ് കറി, ബിരിയാണി വകഭേദങ്ങൾ തുടങ്ങിയ പരമ്പരാഗത കേരളീയ വിഭവങ്ങളും ഉൾപ്പെടുന്നു. മറ്റ് ഹൈലൈറ്റുകളിൽ ന്യൂഡിൽസും പത്തിരിയും വിവിധ ഫ്ലേവറുകളിലുള്ള ക്രിസ്പി മന്തിയും വൈവിധ്യമാർന്ന ദോശ വകഭേദങ്ങളും നെയ്പത്തൽ, നെയ്ച്ചോർ ബീഫ്, കപ്പ ബീഫ് കോംബോകളും പരമ്പരാഗത സ്നാക്കുകളും മലബാർ സ്പെഷ്യാലിറ്റികളും വിവിധതരം പായസങ്ങളും ഗുലാബ് ജാമും പാനിപൂരി, കൊത്തുപൊറോട്ട, പാൽക്കപ്പ, തേങ്ങാച്ചോർ തുടങ്ങിയ പ്രാദേശിക സ്നാക്കുകളും ഉൾപ്പെടുന്നു. മാർത്താ മറിയാം അവാർഡ് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള അധ്യക്ഷൻ HS മാറന്മാർ ആവേ തൃതീയൻ 122ാം കാത്തോലിക്കോസ് പാത്രിയാർക്കീസ് ശ്രീ ഫ്രാൻസിസ് ചാണ്ടിക്ക് നൽകി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഗോള അധ്യക്ഷൻ HS മാറന്മാർ ആവേ തൃതീയൻ 122ാം കാത്തോലിക്കോസ് പാത്രിയാർക്കീസ് ഈ വർഷത്തെ മാർത്താ മറിയാം അവാർഡ് തൃശൂരിലെ പ്രമുഖ ആർക്കിടെക്ട് ശ്രീ ഫ്രാൻസിസ് ചാണ്ടിക്ക് തൃശൂർ മാർത്താ മറിയം വലിയ പള്ളിയിൽ വെച്ച് നൽകി. 10,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. സഭയോടുള്ള കൂറും ആത്മാർത്ഥതയും മറ്റു പ്രവർത്തന മികവും പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്. സഭയുടെ മിക്ക നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ലാഭേച്ഛ കൂടാതെ മേൽനോട്ടം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫ്രാൻസിസ് ചാണ്ടി. ചടങ്ങിൽ മാർ അവ്ഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, മാർ യോഹന്നാൻ യോസെഫ് എപ്പിസ്കോപ്പ, ഇടവക വികാരി ഡേവിസ് തലോക്കാരൻ കശീഷ, ഫാദർ KR ഇനാശു കശീഷ, ഫാദർ ഫ്രെഡി ഡോൺ കശീഷ, കൈക്കാരന്മാരായ രാജു ബെന്നി ഇമട്ടി, വിൽസൺ ഇമട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂർ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടിയ ഇടതുപക്ഷ പ്രതിനിധി K രാജന്റെ നന്ദി പര്യടനം മെയ് 8 ആരംഭിച്ചു.
സംസ്ഥാനത്തൊട്ടാകെ മെയ് 7 കേബിൾ TV ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി മണ്ണുത്തി മേഖല കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേബിൾ TV ദിനം ആചരിച്ചു. ചുവന്ന മണ്ണിലെ യു-ടേൺ അടച്ചു, പ്രതിഷേധവുമായി നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.